ഹായ്. ഒഡീഷയിൽ നിന്നുള്ള ഒരു വൃദ്ധൻ്റെ ദൃശ്യം നിങ്ങൾ കണ്ടു കാണും. ഉള്ളുലഞ്ഞു പോയ ദൃശ്യമാണ്. സഹോദരിയായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ട സഹോദരിയുടെ മൃതദേഹം മണ്ണിനടിയിൽ നിന്ന് മാന്തിയെടുത്ത് തോളിൽ ചുമന്നുകൊണ്ട് ബാങ്കിലേക്ക് പോകുന്ന ദൃശ്യം. കേവലം 20,000 രൂപയ്ക്ക്. സ്വാതന്ത്ര്യം നേടി 80 വർഷത്തോട് അടുക്കുന്ന രാജ്യത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മൾ ലോകത്തിൽ സാമ്പത്തികത്തിൽ ജർമ്മനിയെ മറികടന്നു, ജപ്പാനെ മറികടന്നു. ഈ രാജ്യത്തെ ഒരു പൗരൻ്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ആ കാണുന്ന ദൃശ്യം. കണ്ടപ്പോൾ ഒരുപക്ഷെ തൊണ്ട ഇടറിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. കേവലം ഒരു മനുഷ്യന് 20,000 രൂപയെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണല്ലോ ബാങ്കുകളിൽ കയറി ഇറങ്ങി ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ വിഷയത്തെ ഒരു കാരണവശാലും പരിഗണിക്കില്ല. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം അറിയാലോ, 62 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചൊരു സംസ്ഥാനമാണ്. പിന്നീട് ബിജു ജനതാദൾ ആണ് അവിടെ ഭരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സംഘപരിവാറുകാർ എത്തിയതിന് ശേഷം, അതിന് സംഘപരിവാറുകാർ കഴിഞ്ഞ കുറച്ചു കാലമായി അവിടെ സംയുക്ത സർക്കാരായിരുന്നു. എന്നിട്ടിപ്പോൾ അവർ ഒറ്റയ്ക്ക് ഭരിക്കാൻ വന്ന നാട്ടിൽ എന്താണ് പാവപ്പെട്ടവൻ്റെ അവസ്ഥയെന്ന് ഈ നാട് കണ്ടിരിക്കേണ്ട ഒരു ഉദാഹരണമാണ്. ആ ദൃശ്യം നോക്കി. ഇത്ര ദിവസം ഏകദേശം ഒരാഴ്ചയിലേറെയായി മറവ് ചെയ്ത മൃതദേഹം മണ്ണിനടിയിൽ നിന്ന് അത് മാന്തി പുറത്തെടുത്ത് അതും ചുമന്നുകൊണ്ട് ബാങ്കിലേക്ക് ചെന്ന് അവരുടെ ഈ ഫിംഗർ പ്രിൻ്റ് പതിപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയി എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് തെളിയിക്കേണ്ട അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ, കേരളം എന്നൊരു നാട്ടിൽ ഇരുന്നു കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കൂ എന്ന് സംഘപരിവാർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. ഇവിടുത്തെ ബാങ്കുകൾ ഇങ്ങനത്തെ അവസ്ഥയില്ലെങ്കിൽ പോലും ബാങ്കുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ നാടുകളിൽ എന്താണ് പാവപ്പെട്ടവരൊക്കെ ഇന്നും അനുഭവിക്കുന്ന അവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗതികേട് കൊണ്ടായിരിക്കും ആ മനുഷ്യനത് ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി. 20,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ തുകയാണ്. അതൊരു കാരണവശാലും സഹോദരി കൂട്ടിവെച്ചത് അവർ മൺമറഞ്ഞതിന് ശേഷം ബാങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആശ്രിതൻ താനാണ് എന്നുള്ള രീതിയിലായിരിക്കും ചെന്നിട്ടുണ്ടാവുക. ആ പാവപ്പെട്ടവനെ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും. ഒടുവിൽ ആ പണം കിട്ടാൻ വേണ്ടി ആൾ മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ ചിലപ്പോൾ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണല്ലോ ഇതെല്ലാം കൃത്യമായിട്ടൊക്കെ കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അവിടെ മരിച്ചാൽ എന്ത്, മരിച്ചില്ലെങ്കിൽ എന്ത്, ഇതൊക്കെയാണ് ഈ രാജ്യത്ത് മറ്റിടങ്ങളിൽ നടക്കുന്ന റിയാലിറ്റി എന്ന് നിങ്ങൾ ആ ദൃശ്യം കാണുമ്പോൾ ബോധ്യപ്പെടുന്നില്ല. ആ മൃതദേഹം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏറ്റവും ദുഃഖകരമായ സന്ദർഭത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. ആ രീതിയിൽ ഈ ഒരാഴ്ചയിലേറെ മുൻപ് മറവ് ചെയ്ത ആ അസ്ഥികൂടമായിട്ടുള്ള മൃതദേഹം ചുമന്ന് നടക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചു പോയതിനെ കുറിച്ച് ഓർത്ത് എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ടാകാം. ഈ ബാങ്കുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ AC മുറികളിലിരിക്കുന്ന വലിയ ഉന്നത കുലജാതരാണല്ലോ. ഇവരെപ്പോലുള്ളവർക്കൊന്നും അവിടെ എത്തി നോക്കാൻ പറ്റില്ലല്ലോ. ഈ മനുഷ്യരെയൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ എത്രത്തോളം നമ്മൾ പ്രിവിലേജ്ഡ് ആണെന്നുള്ള കാര്യം. ഈ പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യർ മുഴുവൻ ഇന്നും മോചിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാരണ സാമൂഹ്യ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പങ്കുവെക്കുന്നില്ല. പക്ഷേ മറ്റിടങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഇടങ്ങളിലെ മനുഷ്യർ ഒരു 20,000 രൂപയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ജീവിക്കുന്ന ഇടവും മറ്റുള്ള ഈ ഇടവും ജർമ്മനിയെക്കാളും ജപ്പാനെക്കാളും മുകളിലേക്കൊക്കെ പോകുന്ന രാജ്യമെന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ചില ഇടങ്ങളൊക്കെ എത്രമാത്രം നരകതുല്യമാണെന്ന് ആ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം ആ ദൃശ്യം തരുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.